ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ദിവിഷ് മണി തുടരുന്നത്. ദിവിഷ്, നേരത്തെ ഒരു ദൃശ്യം വന്നതിൽ കുറെ കൂടി പുതിയ വിവരങ്ങൾ വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ അവിടുത്തെ ഒരു സൈനിക താവളം ആക്രമിക്കപ്പെട്ടു എന്ന നിലയിലാണ് ആ ദൃശ്യം നേരത്തെ സാറ്റലൈറ്റ് ഇമേജ്, അല്പം മുമ്പുള്ള പുതിയ ഇമേജ് എന്ന നിലയിൽ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആക്രമണവും ഒപ്പം ഇറാന്റെ പ്രത്യാക്രമണം എന്ന കാര്യത്തിൽ ഈ മണിക്കൂറിൽ ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ്? രതീഷ്, അതിശക്തമായ എയർ റെയ്ഡാണ് ഇപ്പോൾ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഇറാന്റെ ഈ ഭാഗം ടെഹ്റാനാണ് ഇവിടെ ഉള്ളത്. ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഒപ്പം ഈ വടക്കൻ മേഖല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആൽബ്രോസ് എന്ന പർവ്വത നിരയുള്ളതാണ്. ഇവിടെ ഒട്ടേറെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ്റേതായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലായി നിരന്തരം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായി. ഇവിടുന്ന് അതായത് പല സംഘങ്ങളായി തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ടെഹ്റാനെ കവർ ചെയ്ത് ഇത്രയും ഇടങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ പോർ വിമാനങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന വിവരമാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നത്. അതായത് ടെഹ്റാൻ പൂർണ്ണമായിട്ടും ഇറാൻ്റെ ഈ ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ വടക്കൻ മേഖലയുടെ എയർ അല്ലെങ്കിൽ വ്യോമ പരിധി, അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേൽ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ വ്യോമസേനയുടെ കൈവശമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇത്രയും ഈ ഭാഗങ്ങൾ 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് എയർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിശക്തമായ ആക്രമണം ടെഹ്റാനും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള, ഒപ്പം തന്നെ ഈ അറ്റം വരെ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു റേഞ്ചും ഏറ്റവും ശക്തമായ സൈനിക കേന്ദ്രങ്ങളുള്ള ഇടങ്ങളാണ്. ഒപ്പം തന്നെ ഇറാഖിനോട് ചേർന്ന ഈ പ്രദേശങ്ങൾ, ഇവിടെയും ഇറാൻ്റെ വലിയ സൈനിക കേന്ദ്രങ്ങളുള്ളതാണ്. അങ്ങനെ വളരെ സമഗ്രമായ ഒരു ആക്രമണ പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൂർണ്ണമായും, അല്ലെങ്കിൽ ഇറാൻ്റെ ഏകദേശം ഒരു 1/3 അതിൽ കൂടുതൽ ഒരു പകുതിയോളം തന്നെ വ്യോമ ആധിപത്യം ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന നേടിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിശക്തമായ അല്ലെങ്കിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ സൈനിക ശേഷിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിൽ ഈ മേഖല കേന്ദ്രീകരിച്ചൊക്കെ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ഘട്ടമെന്നത് ഇപ്പോൾ നടക്കുന്നത് ഈ റെയ്ഡിന് ശേഷം അടുത്ത ഘട്ടമെന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങളുടെ ആക്രമണത്തിനുള്ള സാധ്യതകളുണ്ട്. അതിന് ഒരുപക്ഷെ അമേരിക്കയുടെ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന നാവികസേനയുടെ സഹായം ലഭ്യമാകും. അമേരിക്ക ഈ സൈനിക വ്യൂഹത്തെ ഇതുവരെ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള വിവരം. ഇനി അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഇവിടെ നിന്നുള്ള ഒരു ആക്രമണം കൂടി ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. പക്ഷേ പരമാവധി, അതാണ് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ പരമാവധി മിസൈലുകൾ പായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനും തിരിച്ചടി നൽകാനുമാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ നോർത്ത് കൊറിയ ഈ ഖംനയുടെ കൊലപാതകത്തെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു. വളരെ നിന്ദ്യമായ കൊലപാതകമെന്നാണ് റഷ്യ ഇതിനോട് എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ അവരൊന്നും മറ്റൊരു ഇടപെടലിലേക്ക് നിലവിൽ കടക്കുന്നില്ല. നമ്മൾ നേരത്തെ പങ്കുവച്ച മാർപ്പാപ്പയുടെ ഒരു പ്രതികരണം മാത്രമാണ് ഏറ്റവും ശക്തമായ നിലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊരു അഭ്യർത്ഥനയെങ്കിലും ഇരുപക്ഷത്തോടും വയ്ക്കുന്നത്. അതേസമയം മറ്റു രാജ്യങ്ങളൊക്കെ ഖംനയുടെ കൊലപാതകത്തെ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ പോലും ഈ ഒരു ഇടപെടൽ നടത്താൻ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. സത്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ UAE അല്ലെങ്കിൽ സൗദി അറേബ്യ മുന്നിട്ട് നയിക്കാറുള്ളത് നമ്മൾ കാണാറുള്ളതാണ്. ഇത്തവണ ഈ സമാധാന ശ്രമങ്ങൾ ഒമാനാണ് നടത്തിയത് എങ്കിൽ പോലും സൗദി അറേബ്യയുടെ ഒരു നിലപാടിന് വലിയൊരു സ്വീകാര്യത സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ കിട്ടും. സൗദി എന്തു പറയുന്നു? സൗദി അടുത്ത ഘട്ടത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നൊരു ശക്തമായ നിലപാടിലേക്കോ ഒരു ആഹ്വാനത്തിലേക്കോ പോകുമോ എന്നതാണ് എല്ലാവരും തോന്നുന്നത്. അതുണ്ടായാൽ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലൊരു സമാധാന അന്തരീക്ഷം വന്നേക്കാം. നമുക്കറിയാം സമയം ഇപ്പോൾ നമ്മുടെ സമയം തന്നെ 5:30 അവിടെയും ഈവനിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയം വളരെ നിർണായകമാണ്. ഇറാൻ ഏതു വിധത്തിലാണ് പ്രതികരിക്കുക? ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ, അതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ആശ്വാസകരമായ കാര്യമാണെങ്കിൽ പോലും ഏതൊരു പ്രതിരോധ സംവിധാനത്തിനും അതിൻ്റെ ഒരു ശേഷിയും പരിമിതിയും ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോകുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇസ്രായേൽ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് അതിശക്തമായ വ്യോമാക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തി ഇസ്രായേൽ പോർ വിമാനങ്ങൾ വ്യോമാക്രമണമാണ് ഉണ്ടാകുന്നത്.